തകിടം മറിഞ്ഞിരിക്കുകയാണ്, സംശയമില്ല വിനോദ്. കാരണം പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ലെബനിലേക്കുള്ള ഇസ്രായേലിൻ്റെ ആക്രമണമാണ്. അത് തുടർച്ചയായി സംഭവിക്കുന്നുണ്ട്. അത് വെടിനിർത്തൽ കരാർ ലംഘനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ലെബനുമായി ബന്ധപ്പെട്ടുള്ള വെടിനിർത്തൽ കരാറും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ലെബനിലെ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല, പക്ഷേ അത് ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ തുടർച്ചയായി ലെബനിൽ ആക്രമണം നടത്തുന്നു. നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് എന്ന് പറയുമ്പോഴും സാധാരണ മേഖലകളൊക്കെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്, സംശയമില്ല. അതായത് ലോകരാജ്യങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കേൾക്കാതെ, പ്രത്യേകിച്ച് അമേരിക്ക പറയുന്നത് കേൾക്കാതെ വീണ്ടും ഒരു യുദ്ധത്തിൽ തയ്യാറെടുക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ എന്ന് വേണം കരുതാൻ. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, അമേരിക്കയുടെ അഭിപ്രായം തിരിച്ചടിക്കരുത് എന്ന ട്രംപിൻ്റെ അഭിപ്രായം ഒരു കാരണവശാലും ബെഞ്ചമിൻ നെതന്യാഹു കേൾക്കാനിടയില്ല. തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. തീർച്ചയായും അവരുടെ ക്യാബിനറ്റിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന അഭിപ്രായം ഇറാനെ ഇന്ന് രാത്രി കൊണ്ട് തീർക്കണം, ഇന്ന് കത്തിക്കണം എന്നൊരു അഭിപ്രായമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവിടെയാണ് അമേരിക്ക ഈ സംയമനത്തിൻ്റെ ഒരു പാത സ്വീകരിക്കുന്നത്. പക്ഷേ അത് എത്ര കണ്ട് വിജയിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം വൈറ്റ് ഹൗസ് തന്നെ ഇപ്പോൾ അമേരിക്കൻ സേനാ വിഭാഗങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണം, യുദ്ധം അവരും മുന്നിൽ കാണുന്നു എന്നത് തന്നെയാണ്. ഒരുപക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ലെബനിലേക്ക് തിരിച്ചടി ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇറാനിലേക്ക് തന്നെ അവരുടെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയുണ്ടാകും. ആ തരത്തിൽ രൂക്ഷമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു നിലയുണ്ടാകും. ഇതിപ്പോൾ നെതന്യാഹുവിൻ്റെ നിലപാടുകൾക്കപ്പുറത്തേക്ക് ഒരു നിലപാടിലേക്ക് പോകാൻ അമേരിക്കയ്ക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ട്രംപിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് അമേരിക്കയിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥത ചെറുതല്ല. കാരണം എന്തിനു വേണ്ടി അമേരിക്ക ഈ യുദ്ധത്തിന് ചാടിപ്പുറപ്പെട്ടു എന്ന ചോദ്യം അമേരിക്കയിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ച് അവരുടെ രാജ്യത്തിന് സാമ്പത്തികമായി വലിയ ബാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമായി ഈ യുദ്ധം മാറിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാരണത്തിന് വേണ്ടി അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടതല്ല എന്നൊരു വികാരം അവിടുത്തെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം പങ്കുവയ്ക്കുന്നുണ്ട്. ഇറാൻ്റെ സൈനിക ശേഷി സംബന്ധിച്ച് ഇസ്രായേൽ മൊസാദ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടത്തിയ അവരുടെ വിലയിരുത്തൽ അതെല്ലാം പാളി എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ ആത്യന്തികമായി ഉള്ള ഒരു ചിത്രമായി പുറത്തു വരുന്നത്. കാരണം ആഴ്ചകൾ കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിൻ്റെ ആദ്യത്തെ അവകാശവാദം. 4 ആഴ്ച കൊണ്ട്, അതായത് 1 മാസം കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കും, ഇറാൻ ഇല്ലാതാക്കും, അവരുടെ ആണവ നിർവ്യാപനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ അണ്വായുധമാകാൻ ഇറാനെ അനുവദിക്കില്ല എന്ന അമേരിക്കയുടെ പ്രഖ്യാപിത നിലപാടിലേക്ക് ഇസ്രായേലിൻ്റെ ഭീഷണി ഒഴിവാക്കുന്നതിന് വേണ്ടി, ഇസ്രായേൽ നേരിടുന്ന ഭീഷണി ഒഴിവാക്കുന്നതിന് വേണ്ടി ഇറാനെ അങ്ങനെ തീർക്കും എന്ന് പ്രഖ്യാപിച്ചിറങ്ങിയ യുദ്ധമാണ്. ഇപ്പോൾ 10 ബാലിസ്റ്റിക് മിസൈലുകൾ കൂടി ഈ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇസ്രായേലിലേക്ക് അയക്കുന്ന തരത്തിലുള്ള സൈനിക ശേഷിയായി ഇറാൻ അവശേഷിക്കുന്നത്. അവിടെ അമേരിക്കയ്ക്കോ ഇസ്രായേലിനെയോ ഇതുവരെ ഇറാനെ ആ തരത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് ഇവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം. മാത്രമല്ല, അവിടെ നിന്നുള്ള നാവിക ഉപരോധം, ഇറാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി വലിയ തോതിൽ തടയുന്ന നിലയുണ്ടായി. അവിടെ ഗാർഗ് ദ്വീപിൽ എണ്ണ ഉൽപ്പാദനം നിർത്താൻ കഴിയാതെ ഏറ്റവും ഒടുവിൽ ഇറാൻ അവിടെ കടലിൽ ഇന്ധനം ഒഴുക്കുന്നു എന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ, ഉപഗ്രഹ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതായത് അവർക്ക് എണ്ണ കയറ്റുമതി ചെയ്യാൻ കഴിയുന്നില്ല, ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണ കടലിൽ ഒഴുക്കുന്നു, അവർക്ക് സാമ്പത്തിക ഉപരോധം വരുത്തുന്നു. ഏറ്റവും ഒടുവിൽ $2400 കോടി സാമ്പത്തിക ഉപരോധം ഏറ്റവും ഒടുവിൽ വരുത്തുന്നു. അങ്ങനെ സാമ്പത്തികമായും അവരുടെ വ്യാവസായികമായും ഇറാനെ ഞെരുക്കുന്നു, അവരുടെ ആണവ ശേഷി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അവരുടെ ആയുധശേഷി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഏറ്റവും ഒടുവിൽ 10 ബാലിസ്റ്റിക് മിസൈലുകൾ കൂടി ഇസ്രായേലിലേക്ക് ഇറാൻ അയച്ചിരിക്കുന്നു. അത് വലിയ നാശനഷ്ടം ഇസ്രായേലിനുണ്ടാക്കി എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. പക്ഷേ തങ്ങളത് പ്രതിരോധിച്ചു എന്ന അവകാശവാദമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ജനങ്ങളോട്, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ജനങ്ങളോട് ഈ ഭൂഗർഭ നിലയങ്ങളിലേക്കൊക്കെ തന്നെ മാറാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അറകളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങൾ മാറണമെന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശമാണ് ഇസ്രായേൽ അവരുടെ ജനങ്ങൾക്ക് നൽകുന്നത്. മാത്രമല്ല, തുടർച്ചയായി മുന്നറിയിപ്പുകൾ ഇസ്രായേൽ ഉടനീളം ഉണ്ടാകുന്നു. ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ മലയാളികളുമായി സംസാരിക്കുമ്പോൾ സൈറനുകൾ മുഴങ്ങുന്നു തുടർച്ചയായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് വീണ്ടും ഒരു ആക്രമണം, ഒരുപാട് നാളുകളായി ഇസ്രായേലിലേക്ക് ഇറാൻ്റെ മിസൈലുകൾ എത്തിയിട്ട്, നേരത്തെ യുദ്ധം തുടങ്ങിയ സമയത്ത് 4 മാസം മുൻപ്, ഇന്നലെയാണല്ലോ 100 ദിവസം തികഞ്ഞത്, 4 മാസം മുമ്പ് കൂടുതൽ മിസൈലുകൾ ഇറാൻ്റെ പല ഭാഗങ്ങളിലെത്തുകയും ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലെത്തുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും മറ്റും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പുതിയ നീക്കവുമായി ഇറാൻ വരുന്നത്. അതും ഹിസ്ബുള്ളയെ അടിച്ചതിൻ്റെ പകരമായി നടക്കുന്നു എന്നാണ്. ഒപ്പം വിനോദ മറ്റു ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് ഇറാഖിൻ്റെ വ്യോമപാത അടച്ചിരിക്കുന്നു 72 മണിക്കൂറിലേക്ക് എന്നുള്ളതാണ്. ഒപ്പം അമേരിക്കയുടെ ബേസുകൾ
അതായത് കുവൈറ്റിലും ബഹ്റൈനിലും ഗൾഫ് രാജ്യങ്ങളിലും മറ്റുള്ള ബേസുകൾക്ക് സുരക്ഷിതത്വം വർദ്ധിപ്പിച്ചിരിക്കുന്നു. കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ മുന്നറിയിപ്പും സംഭവിക്കുന്നു. ഇറാന്റെ രീതി വെച്ചിട്ട് അടുത്ത അടി ഒരുപക്ഷെ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കായിരിക്കാം. ബഹ്റൈനിലേക്കും UAE-യും കുവൈറ്റും ഒക്കെ അവിടെ ലക്ഷ്യമാണ്. അവിടെയും സമാധാനം നഷ്ടപ്പെടുന്ന പശ്ചാത്തലം ഒരുങ്ങും. രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം എപ്പോഴാണോ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാകുന്നത്, അവർക്ക് ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്, അപ്പോഴെല്ലാം തന്നെ അവർ തിരിച്ചടിക്കുന്നത് ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്ക് സൈനിക താവളം ഒരുക്കിയിട്ടുള്ള രാജ്യങ്ങൾക്ക് നേർക്കാണ്. ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ്. അങ്ങനെ ഇന്ത്യക്കാർ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ നേരത്തെ ഈ സംഘർഷം മൂർച്ഛിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ 5 ഇന്ത്യക്കാർ ഉൾപ്പെടെ അവിടെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ സൗദിയുണ്ട്, ബഹ്റൈനുണ്ട്, UAE ഉണ്ട്, ഖത്തർ, കുവൈറ്റ്, അങ്ങനെ വിവിധ രാജ്യങ്ങൾ, ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുന്നു. അവിടെ അവർ ഏതെങ്കിലും ഒരു വേർതിരിവ് കാണിക്കുന്നില്ല. മറിച്ച് അമേരിക്കയ്ക്ക് അവിടെ സൈനിക താവളം ഒരുക്കിയിട്ടുള്ള, അവിടെ സൈനികരെ പ്രവേശിപ്പിച്ചിട്ടുള്ള ആ മേഖലകളിലൊക്കെ തന്നെ ആക്രമണം നടത്തുന്നു. അതിനപ്പുറത്തേക്കാണ് വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപാണ് കുവൈറ്റിൽ വിമാനത്താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. അങ്ങനെ സിവിലിയൻസിനെയും വെറുതെ വിടുന്നില്ല. പലപ്പോഴും സിവിലിയൻസ് താമസിക്കുന്ന മേഖലകളിലേക്ക് കൂടി ഈ ആക്രമണം വ്യാപിക്കുന്നു. ഒരു പക്ഷേ ഇത് യുദ്ധത്തിലേക്ക് കടന്നാൽ, രൂക്ഷമായ യുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ആൾനാശവും ചെറുതായിരിക്കില്ല. അങ്ങനെ ഒരു വലിയ പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ ആ തരത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യം നിലനിൽക്കുന്നത്. അവിടെയാണ് മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടൽ ഏറ്റവും നിർണായകമാകുന്നത്. എണ്ണവില ഇപ്പോൾ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ $84 വരെ ബാരലിനായത് ഇപ്പോൾ ഉയരുകയാണ്. രഞ്ജിത്ത്, നമുക്കറിയാം നമ്മുടെ രാജ്യത്തും ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനമുണ്ട്. 2 തവണയായി പാചകവാതക സിലിണ്ടർ, അത് ഗാർഹിക ആവശ്യത്തിനുള്ളതിനും അതോടൊപ്പം തന്നെ വ്യാവസായിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് വില വർദ്ധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അത് നമ്മുടെ ജനങ്ങൾക്ക് മേൽ വരുന്നൊരു ഭാരമാണ്. നമ്മുടെ രാജ്യത്തെ എണ്ണ കമ്പനികൾ ഈ ഒരു സാഹചര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ഇന്ത്യയെയും മറ്റു രാജ്യങ്ങളെയും ഒക്കെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ യുദ്ധം മാറുന്നു എന്നത് വളരെ വസ്തുതാപരമായ ഒരു കാര്യം തന്നെയാണ്. അവിടെയാണ് കൂടുതൽ ആശങ്ക ഉണ്ടാകുന്നത്. ഒരുപക്ഷെ മലയാളികൾ ഉൾപ്പെടെ, ഇന്ത്യക്കാരുൾപ്പെടെ നിരവധി ആളുകൾ തൊഴിൽ ചെയ്യുന്ന മേഖലയാണ് ഗൾഫ് രാജ്യങ്ങൾ. അവിടെ ധാരാളം മലയാളികളുണ്ട്, ഇന്ത്യക്കാരുണ്ട്. അവരുടെയൊക്കെ തന്നെ ജീവൻ, സ്വത്ത്, ഇതിനൊക്കെ തന്നെ വലിയ വില നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ യുദ്ധം വിനോദാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും വീണ്ടും ഇറാന്റെ ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നു. അത് തുടരുമെന്ന സൂചനകൾ പുറത്തു വരുന്നു. യുദ്ധഭീതി അവിടെയുണ്ട്. പശ്ചിമേഷ്യയിൽ ജാഗ്രതാ നിർദ്ദേശം അമേരിക്ക പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. വി വിനോദാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.